കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം, സ്വാഗതം. വിഷ്ണു സഹസ്രനാമ ജപ സാധന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ കുറേ ബുദ്ധിമുട്ടുകളും അതുപോലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു പരിഹാരം, ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും കൂടിയാണ്. അപ്പോൾ ഒരു ദിവ്യ ഔഷധമാണെന്ന് നമ്മൾ പല നാമങ്ങളിലൂടെ കണ്ടു. അതുപോലെ തന്നെ ഭഗവാൻ നമുക്കൊരു വൈദ്യനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭഗവാനെക്കുറിച്ചുള്ള 1000 നാമങ്ങൾ, സഹസ്രനാമങ്ങൾ എന്നും ഉരുവിടുമ്പോൾ അത് ശരീരത്തിന് ബലവും മനസ്സിന് ശക്തിയും ഒക്കെ നൽകുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന ഭാരതീയ സംസ്കാരം, സനാതനധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും. 4 ആശ്രമങ്ങളിൽ പ്രധാനം 4 ആശ്രമങ്ങളെന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, അതുപോലെ വാനപ്രസ്ഥം, സന്യാസം. ഈ 4 ആശ്രമങ്ങളിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു 25 വയസ്സ് വരെ കൃത്യമായിട്ട് നമ്മൾ ഒരു ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് ഉള്ള ഒരു രീതികൾ ഫോളോ ചെയ്യുന്ന ഒരാൾ നല്ല ഒരു ചിട്ടയായ ജീവിതം, ഒരു കൃത്യനിഷ്ഠയും ജപസാധനകളും ഒക്കെ പരിശീലിക്കുമ്പോൾ അത് ജീവിതത്തിലുടനീളം ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു സുരക്ഷാ കവചമാണ്. എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ നമ്മൾ ആ ഒരു 4 ആശ്രമങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, അതുപോലെ സന്യാസം, അതും ശരിക്കും ഫോളോ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ കൂടുതലായിട്ട് നമ്മളൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അവിടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വളരെ അവിടെ ഒട്ടുമേ അതിൽ പ്രാധാന്യമില്ലാത്തത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ചെറിയ പ്രായത്തിലെ നമ്മുടെ ആ കുട്ടികളും ഒക്കെ തന്നെ അവർ നല്ല എന്താ പറയുക, നല്ല ഒരു നമ്മുടെ ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ അവർ പഠിക്കുന്നില്ല. അപ്പം ഒരു 25 വയസ്സ് വരെയാണ് നമ്മുടെ ബ്രഹ്മചര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നേടിയെടുക്കേണ്ട ആ ഒരു കൃത്യമായിട്ട് ആ ഒരു ചിട്ടയോടുകൂടി മറ്റ് മദ്യം, ലഹരി, അതുപോലെ സ്ത്രീ വിഷയങ്ങൾ, ഇതിലൊന്നും ഇടപെടാതെയാണ് ബ്രഹ്മചര്യം അത് കൊണ്ടുപോകുന്നത്. ആ 25 വയസ്സ് കൊണ്ട് ആ കുട്ടി നേടിയെടുക്കേണ്ട ആ ഒരു ശക്തി അത് അവിടെ തന്നെ ചോർന്നു പോകുന്നു, അവിടെ തന്നെ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ യുവസമൂഹവും നമ്മുടെ സമൂഹവും ഒക്കെ ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അപ്പം ഗാർഹസ്ഥ്യം, പിന്നെ ആ ഒരു വീട് നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതും ധർമ്മത്തിൽ ഊന്നിയിട്ട് ജീവിക്കാൻ ഈ ബ്രഹ്മചര്യ കാലത്തെ നിഷ്ഠകൾ സഹായിക്കും. അപ്പോൾ ഇവിടെ അതൊക്കെ നമുക്ക് മിസ് ചെയ്യണം. ഇതാണ് നമ്മുടെ സമൂഹം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് എല്ലാവരും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം ഇതൊക്കെയാണ്. ഇവിടെ നമ്മുടെ ജീവിതം നേരെ കൊണ്ടുപോവാൻ, ഇപ്പം നമ്മൾ എന്താ പറയുക, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ, ചൊട്ടയിൽ നമ്മൾ കൊടുക്കുന്നില്ല നല്ല നല്ല ശീലങ്ങൾ. അത് ജീവിതത്തിലുടനീളം അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം കലിയുഗത്തിൽ നമ്മൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നു. നമ്മുടെ തന്നെ ഉള്ളിലെ പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളാണ് അതൊക്കെ. അപ്പോൾ നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നാമജപം കൊണ്ട് നമ്മുടെ ആ ഉള്ളിൽ ഉള്ള ഒരു ശുദ്ധി, മനഃശുദ്ധി, ഹൃദയശുദ്ധി അത് നേടുമ്പോൾ മാത്രമേ എല്ലാ ദുരിതങ്ങളാകുന്നു പോകുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് സമൂഹം ഒരുപാട് കുറ്റകൃത്യങ്ങളും ക്രിമിനൽ ചിന്തകളും അതുപോലെ പല പല ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ നാമജപ സാധന തന്നെയാണ്. അതാണല്ലോ പറയുന്നത്. പിന്നെ കലികാലത്ത് ഏറ്റവും പ്രധാനം നാമജപം, അത് സ്ഥിരമായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. വിഷ്ണു സഹസ്രനാമം എന്നും രാവിലെ ജപിക്കുന്നത് നമ്മുടെ എല്ലാ തരത്തിലും ഒരു പ്രൊട്ടക്ഷനാണ്. ഭഗവാൻ തരുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഗംഭീരമായിരിക്കുമല്ലോ.
ഭഗവാനെ നമസ്കരിക്കുന്നു. ഓം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗ്യഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭാവഭയഹരം സർവലോകൈകനാഥം സശങ്കചക്രം സകിരീടകുണ്ടലം സവീതവസ്ത്രം സരസീരേക്ഷണം സഹാരവക്ഷസ്ഥലശോഭിതസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം യസ്യ സ്മരണമാത്രേണ ജന്മ സംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലെ നാമങ്ങളുടെ അർത്ഥമാണല്ലോ നോക്കുന്നത്. ഇന്ന് നോക്കുന്നത് 611 മുതൽ 620 വരെയുള്ള നാമങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് ശ്രീധര ശ്രീകര ശ്രേയ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീ ലക്ഷ്മി ഭഗവാന്റെ മാറിടത്തിൽ വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ കണ്ടു. ഇവിടെ വീണ്ടും അതിനെക്കുറിച്ച് കുറച്ച് പറയാം. ചൊല്ലാം. ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാം ലോകത്രയാശ്രയ സ്വക്ഷസ്വങ്കഷ്ടതാനന്ദോ നന്ദർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സക്കീർത്തിശ്ചിന്ന സംശയ. ആ ശ്ലോകങ്ങളിൽ വരുന്ന 10 നാമങ്ങളാണ് നമ്മളത് നോക്കുന്നത്. 611 മുതൽ 620 വരെയുള്ള നാമങ്ങൾ. ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാം ലോകത്രയാശ്രയ സ്വക്ഷസ്വങ്കഷ്ടതാനന്ദോ നന്ദർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിശ്ചിന്ന സംശയ. ഇവിടെ 611 ശ്രീകര എന്നാണ് പറയുന്നത്. ശ്രീയെ കര ഉണ്ടാക്കുക, ശ്രീയെ ഉണ്ടാക്കുന്നവൻ. ഭഗവാനെ സ്മരിക്കുക, സ്തുതിക്കുക, ആരാധിക്കുക ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഭഗവാൻ, അതാണ് ശ്രീകര. ഇനി 612ാമത്തെ നാമം ശ്രേയ. ഒരിക്കലും നശിക്കാത്ത ആനന്ദം, അതാണ് ശ്രേയസ്. ശ്രേയോമാർഗം എന്ന് പറയില്ലേ, ഒരിക്കലും നശിക്കാത്ത ആനന്ദം പ്രാപ്തി, അതാണ് ശ്രേയോമാർഗം. അത് പരമാത്മാവിൻ്റെ തന്നെ രൂപമാണ് ശ്രേയസ് എന്ന് പറയുന്നു. താൽക്കാലിക സുഖങ്ങൾ, അതാണ് പ്രേയസ്. സ്ഥിരമായിട്ടുള്ള ആനന്ദം, സുഖം, അതാണ് ശ്രേയസ്. അപ്പോൾ നമുക്ക് വേണ്ടത് സ്ഥിരമായിട്ടുള്ള ആനന്ദമായിരിക്കെ ശ്രേയോമാർഗമാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നും അതുകൊണ്ട് ആരാണ് ജീവിതത്തിൽ പ്രേയസ്, താൽക്കാലികമായിട്ടുള്ള ആനന്ദം, സുഖം, അതിനെ തള്ളിക്കൊണ്ട് സ്ഥിരമായിട്ടുള്ള ആനന്ദം, സുഖത്തിലേക്ക് നീങ്ങുന്നത് അയാൾ ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി 613ാമത്തെ നാമം ശ്രീമാൻ. അത് എല്ലാ തരത്തിലുള്ള സ്ത്രീകൾ. ശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീ അല്ല, ശ്രീ. ഐശ്വര്യം, സമ്പത്ത്, സൗന്ദര്യം, ജയം, ഇതാണ് ശ്രീ. ഇതെല്ലാം ഭഗവാനിലാണുള്ളത്. ഐശ്വര്യവും സമ്പത്തും സൗന്ദര്യവും ശ്രീയും ഒക്കെ, സൗന്ദര്യവും ജയവും, ഐശ്വര്യം, സമ്പത്ത്, സൗന്ദര്യം, ജയം, ഇതാണ് ശ്രീ എന്ന് പറയുന്നത്. ഇത് 4ഉം ഭഗവാനിലാണുള്ളത്. അതുകൊണ്ട് ഏത് സംരംഭത്തിലും വിജയം നേടുക എന്നുള്ളത് ഭഗവാന്റെ തന്നെ ഭാവമാണ് എന്നും അതിനോണ്ടാണ് ഭഗവാൻ, അതുകൊണ്ടാണ് അജിതൻ എന്ന് പറയുന്നത്. ഭഗവാനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. അജിതനാണ് എപ്പോഴും ജയിക്കുന്നവൻ ഭഗവാൻ. അപ്പം ശ്രീമാൻ എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള സ്ത്രീകളും ഭഗവാനിലാണുള്ളത്. ഐശ്വര്യം, സമ്പത്ത്, സൗന്ദര്യം, ജയം, അതാണ് ശ്രീമാൻ. ഇനി 614 ലോകത്രയാശ്രയ. 3 ലോകങ്ങളുടെയും ആശ്രയമായിട്ടുള്ളവൻ ഭഗവാൻ. ത്രയ ആശ്രയ, ലോകത്രയ, 3 ലോകങ്ങളുടെ ആശ്രയ, ലോകത്രയ ആശ്രയ. ലോകത്രയം എന്ന് പറയുമ്പോൾ ഭൂമി, സ്വർഗം, പാതാളമാണല്ലോ. ഇതിലെല്ലാം കൂടെ 14 ലോകമുണ്ട്. ഈ ഭൂമി, സ്വർഗം, പാതാളം എന്ന അർത്ഥത്തിൽ ലോകത്രയം എടുക്കുമ്പോൾ അതിൽ 14 ലോകങ്ങൾ പറയുന്നുണ്ട്. ഈ 14 ലോകങ്ങൾക്കും ആശ്രയമാണ് ഭഗവാൻ, ആശ്രയമായ ഭഗവാൻ എന്നർത്ഥം. അതാണ് ലോകത്രയ ആശ്രയം. ലോകത്രയം എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് പറയാൻ കഴിയും 3 അവസ്ഥകൾ. ജാഗ്രത, സുഷുപ്തി, സ്വപ്നം. ഈ 3 മനുഷ്യൻ്റെ 3 അവസ്ഥകൾ. ഉണർന്നിരിക്കുക, ഉറക്കം, സ്വപ്ന അവസ്ഥ. ഈ 3 അനുഭവങ്ങൾക്കും ഭഗവാനാണ് ആധാരം. എന്ന് പറയുമ്പോൾ നമ്മളെ ഉറങ്ങിയിരിക്കുന്ന നമ്മളെ ഉണർത്തി നിലനിർത്തി ഉറക്കുന്നത് ഭഗവാനാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആരാണ് ഭഗവാൻ എന്ന് ചോദിച്ചാൽ ഇതാണ് ഒരു ഡെഫിനിഷൻ. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ ഉണർത്തി നിലനിർത്തി വീണ്ടും പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങുന്നുണ്ട്. ഇങ്ങനെ ഉറക്കുന്ന ഒരു അനന്ത ബോധശക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതാണ് ഭഗവാന്റെ ഡെഫിനിഷൻ തന്നെ.
ഈ 3 അനുഭവങ്ങൾക്കും ആധാരം ഭഗവാനാകുന്ന ആത്മചൈതന്യമാണ് എന്നും പറയുന്നുണ്ട്. ഇനി 615-ാമത്തെ നാമം സ്വക്ഷ. സ്വക്ഷ എന്ന് പറയുമ്പോൾ സു അക്ഷ എന്നാണ്. മനോഹരമായ അക്ഷ കണ്ണുകളുള്ളവൻ, മനോഹരമായ കണ്ണുകളുള്ളവൻ ഭഗവാൻ. ഭഗവാൻ എല്ലാത്തിനും സർവ്വസാക്ഷിയാണെന്ന് പറയുന്നു. ഭഗവാന്റെ അക്ഷികൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ചാപ്റ്റർ 13 ശ്ലോകം 13 പറയേണ്ടത് സർവ്വത പാണിപാദം തത് സർവ്വതോ അക്ഷി ശിരോമുഖം. എല്ലായിടത്തും കണ്ണുകളും മുഖങ്ങളും പാദങ്ങളുമുള്ള ഭഗവാൻ. അതുകൊണ്ടാണ് പറയണം ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം ദുഷ്ടതരങ്ങൾ കാണിക്കുന്നവരൊക്കെ ഈ ലോകത്തുണ്ടാകുമ്പോൾ ഇതെല്ലാം കാണുന്നു. സർവ്വതോ അക്ഷിയും സർവ്വതോ എല്ലായിടത്തും പാദങ്ങളും അക്ഷിയും ഉള്ള ഭഗവാൻ, കൈകാലുകളും മുഖങ്ങളും കണ്ണുകളും ഒക്കെ ഉള്ള ഭഗവാൻ. ഇനി 616-ാമത്തെ നാമം സ്വങ്ക. സു അംഗ എന്നതിനെ പറയാം. അതായത് ശോഭനമായ അംഗം അല്ലെങ്കിൽ ശരീരമുള്ളവനാണ് ഭഗവാൻ. ഭഗവാന്റെ ശരീരം എന്ന് പറയുന്ന അത്യന്തം സുന്ദരമായിട്ടുള്ള രൂപമാണ് എന്ന് പറയുന്ന ഭക്തി ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജീവന്മാരെ തന്നിലേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട അവതാരമായിട്ടുള്ള പൂർണ്ണാവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു നാമം തന്നെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ കർഷണം ചെയ്യുന്നവൻ, എല്ലാത്തിനെയും ആകർഷിക്കുന്നവൻ, എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഭഗവാൻ. അതാണ് സ്വക്ഷ എന്ന് പറയുമ്പോൾ സ്വങ്ക. സ്വങ്ക നല്ല അംഗങ്ങളുള്ളവൻ. നല്ല അംഗങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും ഒരു ആകർഷണം വരും. അത് ആ ആകർഷണമുള്ള ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ കൃഷ്ണൻ എന്ന് പറയുന്നു, കർഷണം ചെയ്യുന്നു, എല്ലാ ജീവന്മാരെയും തൻ്റെ അംഗങ്ങളുടെ ആ സൗന്ദര്യം കൊണ്ട് തന്നിലേക്ക് ആകർഷിക്കുന്നു ഭഗവാൻ എന്നും പറയുന്നു. ഇനി 617-ാമത്തെ നാമം ശതാനന്ദ. അനേകം പ്രകാരത്തിൽ ആനന്ദ സ്വരൂപത്തിലായവൻ ഭഗവാൻ. ശത ആനന്ദ. ഭഗവാൻ ഏകനാണ്, പരമാനന്ദ സ്വരൂപനാണ്. എന്നാൽ ആനന്ദത്തിൻ്റെ മാത്ര പല രൂപത്തിലാണ് ഭഗവാനിൽ. അപ്പോൾ ഈ പരമാനന്ദത്തെ ആശ്രയിച്ചാണ് മറ്റു പ്രാണികൾ ജീവിക്കുന്നത്. എല്ലാ പ്രാണികൾക്കും ആവശ്യം ആനന്ദമാണ്. ഓരോ മൃഗങ്ങൾ പോലും അത് ഓരോന്നും അതിൻ്റെ ചേഷ്ടകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാം ആനന്ദത്തിൽ രമിക്കാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷികൾ അതിൻ്റെ കുയിൽനാദം, അത് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന പാട്ട് പാടുന്നതൊക്കെ ആനന്ദത്തിൻ്റെ പ്രകടനമാണ്. മയിലുകൾ പീലി വിടർത്തി ആടുന്നത് ഇതൊക്കെ ആനന്ദത്തിൻ്റെ പ്രകടനമാണ്. അപ്പോൾ ഈ പരമാനന്ദത്തിൻ്റെ മാത്ര അതിനെ ആശ്രയിച്ചാണ് എല്ലാ പ്രാണികളും ജീവിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അനേകം പ്രകാരത്തിൽ ആനന്ദ സ്വരൂപനായവൻ. അപ്പോൾ ഭഗവാന്റെ സ്വരൂപം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ആ ഭഗവാൻ ഏകനാണ്, പരമാനന്ദ സ്വരൂപനാണ്. എന്നാൽ അത് പലതരത്തിലാണ് ആനന്ദത്തിൻ്റെ മാത്ര കാണുന്നത്. പല ജീവികളിൽ പലതരത്തിലാണ് ആനന്ദത്തിൻ്റെ ആ മാത്ര അല്ലെങ്കിൽ ആനന്ദം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഇനി 618-ാമത്തെ നാമം നന്ദഹ. പരമാനന്ദം തന്നെ സ്വരൂപമായവൻ ഭഗവാൻ. ഈ പരമാനന്ദത്തിൻ്റെ തന്നെ സ്ഫുരണമാണ് ജീവികൾ ഭൗതിക കാമങ്ങളിലൂടെ അനുഭവിക്കുന്നത്. അപ്പോൾ നന്ദഹൻ, നന്ദിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ആനന്ദിപ്പിക്കുന്നവൻ. അതുകൊണ്ട് ഭഗവാൻ നന്ദഹ. പരമാനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. ഈ പരമാനന്ദത്തിൻ്റെ സ്ഫുരണമാണ് ജീവികൾ ആയിട്ട് നമ്മൾ കാണുന്നത്. ആ ജീവികൾ ഭൗതിക കാമങ്ങളിലൂടെ ഈ പരമാനന്ദത്തിൻ്റെ സ്വരൂപമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ പരമാനന്ദത്തിൻ്റെ സ്ഫുരണം, ആ ഭഗവാൻ പരമാനന്ദ സ്വരൂപനാണ്. അതിൻ്റെ സ്ഫുരണം, അതിൻ്റെ പ്രകടിത ഭാവം, അതാണ് ജീവികൾ ഭൗതിക കാമങ്ങളിലൂടെ ജീവികൾ തൻ്റെ ശരീരത്തിലൂടെയും ഒക്കെ ആ പരമാനന്ദത്തിൻ്റെ സ്ഫുരണമാണ് ആനന്ദം. കുറച്ച് സുഖത്തിൻ്റെ ഒരു ചെറിയ കണികയാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. കാരണം ഭഗവാന്റെ തന്നെ ആ ഒരു ആനന്ദത്തിൻ്റെ ഒരു സ്ഫുരണമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും നമുക്ക് കിട്ടുന്ന സന്തോഷം, സുഖം, ആനന്ദം എന്നൊക്കെ പറയുന്നത്. ഇനി 619-ാമത്തെ നാമം ജ്യോതിർഗണേശ്വര. ജ്യോതിർഗണങ്ങളുടെ ഈശ്വരനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ 15-ാമത്തെ ചാപ്റ്ററിൽ 12-ാമത്തെ ശ്ലോകം പറയേണ്ടത് യഥാദിത്യഗതം തേജ ജഗദ്ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നോ തത്തേജോ വിദ്യമാമകം.
അതായത് ഭഗവാന്റെ തന്നെ ഭഗവാൻ എല്ലാ തേജസ്സുകളും ഭഗവാന്റെയാണ്. ഇപ്പോൾ സൂര്യൻ്റെ തേജസ് യഥാദിത്യഗതം തേജ, ആദിത്യൻ്റെ തേജസ്, ചന്ദ്രൻ്റെ തേജസ്, യച്ചന്ദ്രമസി യച്ചാഗ്നോ, ചന്ദ്രൻ്റെ തേജസ്, അതുപോലെ യച്ചാഗ്നോ, ഇത് അഗ്നോ, അഗ്നിയുടെ തേജസ്, തത്തേജോ വിദ്ധിമാമകം, ആ തേജസ് എല്ലാം ഭഗവാന്റെ തേജസ്സാണ് എന്ന് ചാപ്റ്റർ 15-12 ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമമായ തേജസ്സാണ്. ആ ശോഭ കൊണ്ട് എല്ലാം പ്രകാശിക്കുന്നു. അപ്പോൾ സൂര്യൻ പ്രകാശിക്കുന്നു ഭഗവാന്റെ തേജസ് കൊണ്ട്, ചന്ദ്രൻ പ്രകാശിക്കുന്നു ഭഗവാന്റെ തേജസ് കൊണ്ട്, അഗ്നിയിലൊരു തേജസ് നമ്മൾ കാണുന്നില്ലേ, അത് ഭഗവാന്റെ തേജസ്സാണ്. അപ്പോൾ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ശോഭ അത് ഭഗവാന്റെ തേജസ്സാണ് എന്നും പറയാം. 620 നാമം വിജിതാത്മ. ആത്മാവിനെ അല്ലെങ്കിൽ മനസ്സിനെ ജയിച്ചവൻ, അതാണ് വിജിതാത്മ. ഇന്ദ്രിയ ജയം നേടിയവനാണ് ഭഗവാൻ. അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചവനാണ് വിജിതാത്മ, വിജയം നേടിയവൻ. ആത്മാവിനെ ജയിച്ചവൻ, മനസ്സിനെ ജയിച്ചവൻ, ഇന്ദ്രിയ ജയം നേടിയവനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഈ സാധനയിലും അനുഷ്ഠാനങ്ങളിലെയും ഒക്കെ ഏർപ്പെടുന്ന ഉപാസകൻ്റെ പക്ഷത്തിൽ പറയുമ്പോൾ ഉപാസകൻ്റെ ലക്ഷ്യം ഇന്ദ്രിയ ജയം നേടുക എന്നാണ്. കാരണം നമ്മൾ നാമജപ സംസ്കാരത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ നേടുന്നത് ഇന്ദ്രിയ ജയമാണ്. അങ്ങനെ ഇന്ദ്രിയ ജയം നേടിയവൻ എന്നത് ഭഗവാനെ സംബന്ധിച്ചും ഉപാസകൻ്റെ പക്ഷത്തിലും ഇത് പ്രസക്തമാണ്. വിജിതാത്മ. അപ്പോൾ വിജിതാത്മ എന്നുള്ളൊരു നാമത്തിനെ ബേസ് ചെയ്ത് ചാപ്റ്റർ 5 ശ്ലോകം 7 ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവന്നഭിനലിപ്യതേ. അതായത് ഈ വിശുദ്ധാത്മാവായിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ഒരു പ്രശ്നങ്ങളിലും അവൻ പോയി ഒന്നും അവനെ അലട്ടില്ല. അതാണ് കുറുവന്നഭിനലിപ്യത. ഒന്നിലും പോയി എന്താ പറയുക, വേറൊരു ബുദ്ധിമുട്ടുകളിലേക്കും പോയിട്ട് അതൊന്നും അയാളെ സ്വാധീനിക്കില്ല. അയാളെപ്പോഴും ഒന്നിലും എന്താ പറയുക ഒട്ടലില്ലാതെ സർവ്വഥാ ആനന്ദത്തിൽ ജീവിക്കാൻ ആ ഒരു സാധകന് ഉപാസകന് കഴിയുന്നു. അതിന് വേണ്ടത് ആത്മാവിനെ ജയിക്കണം, ഇന്ദ്രിയങ്ങളെ ജയിക്കണം. ഇത്രയും അതിഗംഭീരമായിട്ടുള്ള നാമങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് 611 മുതൽ 620 വരെയുള്ള നാമങ്ങൾ. അതായത് ശ്രീധര, ശ്രീകര, ശ്രേയ, ശ്രീമാം ലോകത്രയാശ്രയ, സത്യസംഘർഷദാനന്ദോ, നന്ദർജ്യോതിർ, ഗണേശ്വര, വിജിതാത്മാവിധേയാത്മാ, സത്കീർത്തിശ്ചിന്ന സംശയ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു, വിഷ്ണു ഭഗവാനെ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.